ഹൈദരാബാദിന്റെ മെയിൻ സിറ്റിയിൽ നിന്നും 13 കിലോമീറ്റർ മാറിയുള്ള ഏരിയയാണ് ഗുഘട്പള്ളി. ഈ ഗുഘട്പള്ളിയിൽ സംഗീത് നഗർ എന്ന പ്രദേശത്ത് ഒരു വാടക വീട്ടിലാണ് കൃഷ്ണ രേണുക ദമ്പതികൾ താമസിക്കുന്നത്. ഇവർക്ക് 2 മക്കൾ. ആദ്യത്തേത് 10 വയസ്സുള്ള സഹസ്ര, രണ്ടാമത്തേത് 8 വയസ്സുള്ള സരൺ എന്ന മകൻ. ഇതിൽ ഈ കൃഷ്ണ എന്നയാൾ തൊട്ടടുത്ത് ഒരു ലോക്കൽ മെക്കാനിക് ഷോപ്പിൽ ജോലി ചെയ്യുന്നു. ഭാര്യയായ രേണുക അതേ ഏരിയയിലുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ്. കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും വളരെ സന്തോഷകരമായ സമാധാനപരമായ ജീവിതമായിരുന്നു ആ വാടക വീട്ടിൽ ഇവർക്കുണ്ടായിരുന്നത്. ഇവർ ജീവിക്കുന്ന ആ വാടക വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ ഏരിയയുടെ കോർണറിലാണ് ആ വീടുള്ളത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. ഈ കൃഷ്ണ രേണുക 2nd ഫ്ലോറിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഇതുകൂടാതെ മറ്റു ചിലരും ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇതിൽ കൃഷ്ണയുടെ മകളായ സഹസ്ര കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുന്നു. മകനായ സരൺ അവരുടെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം നടന്നുപോയാൽ എത്താൻ കഴിവുള്ള ഒരു സ്കൂൾ, ആ സ്കൂളിൽ അവൻ 3ാം ക്ലാസ് പഠിക്കുന്നു. എപ്പോഴും ഈ ദമ്പതികൾ രാവിലെ ഒരല്പം നേരത്തെ തന്നെ എഴുന്നേൽക്കും. വീട്ടിലെ ജോലികളെല്ലാം അവസാനിപ്പിച്ചിട്ട് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന ജോലികളെല്ലാം വളരെ ധൃതിയോടുകൂടി ചെയ്യും. അതിനുശേഷം 2 പേരും ജോലിക്കായി പോകും. ഇതാണ് അവരുടെ ദൈനംദിന ജീവിതം. അതുപോലെയാണ് 2025 ഓഗസ്റ്റ് മാസം 18-ാം തീയതി. അന്നും ഒരു സാധാരണ ദിവസമായിരിക്കും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അന്ന് തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ച് അവർ ഒരല്പം പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യദിനം. ഓഗസ്റ്റ് മാസം 16-ാം തീയതി കൃഷ്ണ ജയന്തി. അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് 3 ദിവസത്തോളം തുടർന്ന് കുട്ടികൾക്ക് ലീവായിരുന്നു. ആ ഒരു വീക്കെൻഡ് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഭാര്യയും ഭർത്താവും എപ്പോഴത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. എന്നാൽ അന്നത്തെ ദിവസം മാത്രം അവരുടെ 10 വയസ്സുള്ള മകളായ സഹസ്രയ്ക്ക് സ്കൂളിൽ സ്പോർട്സ് ഇവന്റ് ആയതുകൊണ്ട് ലീവായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം ആ മകൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ സഹസ്രയുടെ അനുജന് മാത്രമാണെന്ന് ക്ലാസ് ഉള്ളത്. അവന് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കുന്നു. പക്ഷെ അന്ന് ഒരല്പം ലേറ്റ് ആയതുകൊണ്ടും സഹസ്രയും വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ടും മോൾ ഉച്ചയ്ക്ക് അനുജന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താൽ മതി, ഞങ്ങളിപ്പോ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് അച്ഛൻ അമ്മ 2 പേരും ജോലിക്കായി പോയി. ഈ മകൻ തൊട്ടടുത്തുള്ള സ്കൂളിലേക്കും പോകുന്നു. സഹസ്രയും വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഉച്ചയ്ക്കൊരു 12 മണിക്കാണ് അനുജന് ഫുഡ് കൊടുക്കാൻ പോകേണ്ടത്. അതുവരെയും അവൾ വളരെ ശാന്തമായി TV നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവരുടെ വീട്ടിൽ നിന്നും ഒരല്പം മാറിയുള്ള ഈ ഹൈസ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് 12:10 ഈ അച്ഛനായ കൃഷ്ണയ്ക്കൊരു കോൾ പോകുന്നു. എന്താ സാർ, മകൻ ഇതുവരെയും ഭക്ഷണം വന്നില്ലല്ലോ, വേഗം കൊണ്ടുവരാൻ പറയാമോ? എല്ലാ കുട്ടികളും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരം പോയി. അപ്പോഴാണ് കൃഷ്ണ ചിന്തിക്കുന്നത്, സഹസ്രയോടല്ലേ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത്, അവൾ ഇതുവരെയും കൊണ്ടു കൊടുത്തില്ലേ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണ വളരെ വേഗത്തിൽ 2 വീലറിൽ തൻ്റെ വീട്ടിലേക്ക് വന്നു. ആ സമയം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും പടി കയറി 2nd ഫ്ലോറിലേക്ക് കയറി പോകുമ്പോൾ ആ വീടിൻ്റെ ഡോർ പുറത്ത് പൂട്ടിയിരിക്കുകയായിരുന്നു. ഇവളി വാതിൽ പൂട്ടിയിട്ട് മറ്റെവിടെ പോയിട്ടുണ്ടാകുമെന്നുള്ള സംശയത്തോടു കൂടി അദ്ദേഹം വീട് തുറന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്നാഗ്രഹിച്ചൊരു കാഴ്ചയായിരിക്കും അദ്ദേഹം അന്നവിടെ കണ്ടത്. അതെ, അവർ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയ ആ 10 വയസ്സുള്ള സഹസ്ര വളരെ ക്രൂരമായ അവസ്ഥയിൽ കത്തികൊണ്ട് കുത്തപ്പെട്ട നിലയിൽ വളരെ വിചിത്രമായ രീതിയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഇത് കണ്ട അച്ഛന് വല്ലാത്തൊരു ഞെട്ടൽ തന്നെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ എമർജൻസി നമ്പറായ 100-ലേക്ക് വിളിച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. മറുവശത്ത് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഭാര്യയെയും ഈ വിവരം അറിയിച്ചു. അയൽവാസികളെല്ലാം വളരെ വേഗത്തിൽ ആ വീടിന് മുൻപിൽ തടിച്ചുകൂടാൻ തുടങ്ങി. ഒരല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് ടീം സംഭവ സ്ഥലത്തിലേക്ക് വന്ന് ക്രൈം സീൻ കണ്ടപ്പോൾ അവർക്ക് പോലും ഞെട്ടലുണ്ടായി. ഒരു 10 വയസ്സുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാകും? ഇത്ര ക്രൂരമായൊരു കൊലപാതകം ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ഒരു മൃഗീയ ചിന്തയുള്ളവനായിരിക്കണം? പല സംശയങ്ങളായിരുന്നു പോലീസിന് വന്നത്. മറുവശത്ത് ആ അമ്മ വിശ്വസിക്കാൻ കഴിയാതെ, സംഭവിച്ച കാഴ്ച തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാതെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടി വരികയായിരുന്നു. ആ ക്രൈം സീൻ ഒരിക്കലും നിങ്ങൾക്ക് പോലും കാണാൻ കഴിയില്ല. അത്രത്തോളം വളരെ ദയാനകമായിരിക്കും. അത്രയും ക്രൂരമായൊരവസ്ഥയിൽ തൻ്റെ മകൾ മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച ആ അമ്മ അവിടെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. മറുവശത്ത് ഫോറൻസിക് ടീം വന്ന് വീട് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് ഒരു ചെറിയ തെളിവ് പോലും ലഭിച്ചില്ല.
താഴെ CCTV ഉണ്ടെങ്കിലും ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ട് കൂടിയും അതിൽ നിന്നും യാതൊരു തെളിവും ലഭിച്ചില്ല. അതായത് ഒരു മൂന്നാമതൊരു വ്യക്തി ആ വീട്ടിലേക്ക് വന്നു പോയതിൻ്റെ യാതൊരു തെളിവും അവർക്ക് ലഭിച്ചില്ല. എപ്പോഴും ഹൗസ് ഓണർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടാകും. ആ വീട്ടിലും CCTV ഉണ്ട്. ആര് വരുന്നു പോകുന്നു എന്നുള്ളത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അന്നത്തെ ദിവസം തിങ്കളാഴ്ച അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഈ സമയത്താണ് ഈ ഒരു കൊലപാതകി ആ വീടിനുള്ളിലേക്ക് കയറിയതും കുഞ്ഞിനെ കൊന്നതും. എന്നാൽ യാതൊരു തെളിവും അവശേഷിപ്പിച്ചില്ല. അവനെ വീടിനുള്ളിലേക്ക് എങ്ങനെ കയറി എന്ന് പോലും പോലീസിനെ കൊണ്ട് ഊഹിച്ചെടുക്കാൻ പോലും സാധിച്ചില്ല. മറുവശത്ത് ആ ഒരു കുടുംബം കരഞ്ഞു നിലവിളിക്കുന്നത് പോലീസിനെ കൊണ്ടോ മാധ്യമങ്ങൾക്കോ അയൽവാസികൾക്കോ കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ അപ്പോഴും പോലീസിന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ടെക്നിക്കലി അവർക്ക് യാതൊരു തെളിവും ലഭിച്ചില്ല. ഫിംഗർ പ്രിന്റ്, ഫുട് പ്രിന്റ്, CCTV എവിഡൻസ് ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതൊരു വലിയ ഏരിയ, ഒരുപാട് ആൾ സഞ്ചാരമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ സെൽഫോൺ ടവേഴ്സ് വെച്ചുകൊണ്ട് പോലും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇങ്ങനെ ഏതൊരു ടെക്നിക്കൽ എവിഡൻസും ഇല്ലാതെയാണ് ഈ ഒരു കേസിൻ്റെ അന്വേഷണം പോലീസുകാർ ആരംഭിച്ചത്. ക്രൈം സീനിൽ വന്ന് നോക്കിയ SP, DSP ഈ ഒരു കേസ് അന്വേഷിക്കാനായി 5 ടീം ഫോം ചെയ്തു. മറുവശത്ത് ആവശ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി അയച്ചു. ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ മാത്രം 7 തവണ കത്തികൊണ്ട് കുത്തിയിട്ടുണ്ട്. മൊത്തം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കത്തികൊണ്ട് കുത്തിയ 18 മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മരിക്കുന്നതിന് മുൻപ് കഴുത്ത് ഞെരിച്ച് കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ചില തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സമയങ്ങളിലെല്ലാം പോലീസുകാർ ഭ്രാന്ത് പിടിച്ചതുപോലെ അന്വേഷിക്കുകയായിരുന്നു. കൊലയാളി എങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും, അവൻ ആരാണ്, എങ്ങനെയാണ് കൊന്നത്, ഇതെല്ലാം കണ്ടെത്താനായി വളരെ തീവ്രമായി തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സംഭവം നടന്ന അന്നത്തെ ദിവസം ഓഗസ്റ്റ് മാസം 18-ാം തീയതി ആ ഏരിയയിലേക്ക് ആരെങ്കിലും പുതുതായി വന്നിട്ടുണ്ടോ, സംശയം തോന്നിക്കുന്ന രീതിയിൽ ആരെങ്കിലും വന്നോ, ഇങ്ങനെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ്, കടകൾ എല്ലായിടങ്ങളിലും പോയി അന്വേഷിക്കാൻ തുടങ്ങി. മറുവശത്ത് സഹസ്ര അവസാനമായി ജീവനോടെ കണ്ടത് ഒരു 8:45-നാണ്. പിന്നീട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൃഷ്ണയ്ക്ക് കോള് പോയത്. ഇടയിലുള്ള ഈ ഒരു സമയത്തിനുള്ളിലാണ് സഹസ്രയെ ആരോ കൊന്നത്. അപ്പോൾ ഈ പ്രത്യേക സമയം 9 മുതൽ 12 ഇതിനുള്ളിൽ ആരെല്ലാം ആ ഏരിയയിൽ ഉണ്ടായിരുന്നു, ആരെല്ലാം ആ ഏരിയയിലെ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു, അവരോടെല്ലാം ഒരു ടീം വന്ന് സ്പെഷ്യലായി അന്വേഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വശത്ത് പല അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയിൽ പോലീസിനൊരു സംശയം വരാൻ തുടങ്ങിയത്. അയാളുടെ പേര് സഞ്ജയ് റാവു. സഞ്ജയ് റാവുവിന് വിവാഹം കഴിഞ്ഞ് മകൾക്ക് 13 വയസ്സായി. സഹസ്രയുടെ സഹോദരൻ പഠിക്കുന്ന അതേ സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനായ സഞ്ജയ് റാവുവിനെ ആയിരുന്നു പോലീസുകാർ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ മാറി മാറി അയാളോട് എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചിട്ട് കൂടിയും, സാർ, അവളും എൻ്റെ ഒരു മകളെ പോലെയാണ്, ഞാൻ ഈ കൊലപാതകം ഒരിക്കലും ചെയ്തിട്ടില്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം തന്നെ അയാൾ ആവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ പോലീസ് ചിന്തിച്ചത് സംശയത്തിന്റെ പേരിലാണല്ലോ വിളിച്ചുകൊണ്ടുവന്നത്. ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നതും ശരിയാണെന്ന പോലെയാണ് തോന്നുന്നത്. ഒരു പക്ഷേ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് കരുതി അയാളെ റിലീസ് ചെയ്തു. വീണ്ടും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് അതേ ഏരിയയിലെ ഒരു IT എഞ്ചിനീയർ, ഇയാൾ വർക്ക് ഫ്രം ഹോം ജോലി നോക്കുകയായിരുന്നു. അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത്, സാർ, ഇപ്പോൾ ഈ കുഞ്ഞ് മരിച്ചല്ലോ, അവളുടെ വീട് ഈ ഏരിയയുടെ കോർണറിലാണുള്ളത്. ഇത് G+2 വീടാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് ഫ്ലോർ 4 നിലയുള്ള മറ്റൊരു വലിയ വീടുണ്ട്. ആ വലിയ വീട്ടിൽ നിന്നും ഒരു ആൺകുട്ടി ഈ സഹസ്രയുടെ വീട്ടിലേക്ക് ചാടിക്കടന്നത് ഞാൻ കണ്ടു. കൂടാതെ 15 മിനിറ്റോളം അവൻ ആ ഏരിയയിൽ തന്നെ ചുറ്റി നടന്നു, ഇതും ഞാൻ കണ്ടു. പക്ഷെ അവൻ കൃത്യം അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് എന്നെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ചാടി വന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ കണ്ടതെന്നും പറഞ്ഞു. അതിനുശേഷം പോലീസ് ഈ പറഞ്ഞ കുട്ടി ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ സഹസ്രയുടെ സഹോദരൻ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ഈ IT എഞ്ചിനീയർ പറഞ്ഞ ഈ ഒരു കുട്ടിയും പഠിക്കുന്നത്. അവനും 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. സംഭവം നടന്ന അന്നത്തെ ദിവസം അവൻ എവിടെയായിരുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ അവൻ അന്നത്തെ ദിവസം സ്കൂളിൽ പോയിട്ടില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ ടൗൺ സിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ വീടുകളും വളരെ അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. ഇടയിലുള്ള വഴി പോലും 1 അടി 2 അടി മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ ചാടി മറ്റൊരു വീട്ടിലേക്ക് കടക്കാനൊക്കെ സാധിക്കും. ആ ഒരു രീതിയിലാണ് വീടുകളെല്ലാം അടുത്തടുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഈ സഹസ്രയുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു 4 നിലയുള്ള വീടുണ്ടായിരുന്നു. ഈ വീടിന്റെ 3rd ഫ്ലോറിൽ നിന്നും മരിച്ചുപോയ സഹസ്രയുടെ കുടുംബം താമസിക്കുന്ന ആ ഒരു വീടിന്റെ ടെറസിൽ കയറാൻ സാധിക്കും. ഒന്ന് ചാടിയാൽ മാത്രം മതി ഇങ്ങോട്ടേക്ക് എത്താം. അതുപോലെ അന്നത്തെ ദിവസവും അവൻ ആ വീടിനെ നിരീക്ഷിച്ചതായും 3-ാം നിലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിയതായുമാണ് ഈ എഞ്ചിനീയർ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടിയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ അവന്റെ അച്ഛൻ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. 2 ചേച്ചിമാരുണ്ട്. ഇവൻ തൊട്ടടുത്തുള്ള സ്കൂളിൽ 10-ാം ക്ലാസ്സും പഠിക്കുന്നു. അത്ര നന്നായി പഠിക്കുകയൊന്നുമില്ല. കൂടാതെ അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്.
ആ മൊബൈൽ ഫോൺ അവന്റെ കയ്യിൽ എങ്ങനെ വന്നു, അവനത് ആര് വാങ്ങിക്കൊടുത്തു, ഇക്കാര്യങ്ങൾ അവന്റെ അച്ഛനും അമ്മയോടും ചോദിക്കുമ്പോഴാണ് 2-3 മാസത്തിന് മുൻപ് വീട്ടിൽ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായി അവൻ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടുവന്നതായും ആ ഫോൺ അവന്റെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് അവന്റെ അമ്മ ചോദിച്ചപ്പോൾ അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയും വന്നില്ല എന്ന രീതിയിലും ആ കുടുംബം പറഞ്ഞു. പിന്നീട് ആ അമ്മ അക്കാര്യം അധികം ശ്രദ്ധിച്ചില്ല എന്നും പറയുന്നു. പക്ഷെ സത്യത്തിൽ അവന്റെ കയ്യിൽ ആ മൊബൈൽ ഫോൺ വന്നത് ഒന്നുകിൽ മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന് ചില മാധ്യമങ്ങളിൽ പറയുന്നു, ഇല്ലെങ്കിൽ മറ്റാരുടെയോ പക്കൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്, ആ പണം വെച്ച് ഈ ഫോൺ വാങ്ങിയിട്ടുണ്ട് എന്നും ഒരു വിഭാഗം പറയുന്നു. പക്ഷെ എന്തെങ്ങനെയായാലും ആ അച്ഛനും അമ്മയും ഫോൺ വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ തീർച്ചയായും ഏതോ ഒരു മോഷണ കുറ്റം ഇവൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലീസ് ഈ 2 വീട് നോക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചാടാൻ സാധിക്കും. ആ ഭാഗത്താണെങ്കിൽ CCTV ക്യാമറകളും ഇല്ല. കൂടാതെ അവിടെ ഒരുപാട് കുടുംബം താമസിക്കുന്നത് കൊണ്ട് ടെറസിന്റെ ഗേറ്റ് ഏത് സമയം ഓപ്പൺ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ ഇവൻ 3rd ഫ്ലോറിൽ നിന്നും ടെറസിലേക്ക് ചാടി അവിടെ നിന്നും പടി വഴി സഹസ്രയുടെ വീട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ കൊലപാതകം നടന്ന 5 ദിവസം കഴിഞ്ഞാണ് ഈ കുട്ടിയെ പോലീസ് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്രൈം ത്രില്ലർ സിനിമ പോലെ തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത്. ഇത്രത്തോളം ബുദ്ധിപരമായി ഒരാളെ കൊണ്ട് ചിന്തിക്കാനൊക്കെ സാധിക്കുമോ, അതും ഈ ഒരു പ്രായത്തിൽ ഇവനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ കഴിയുമോ എന്ന് പോലും പോലീസുകാർ അത്ഭുതപ്പെട്ടു പോയി. ഈ കുട്ടിയോട് പോലീസുകാർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും പോലീസുകാരെ മിസ്ലീഡ് ചെയ്യാനായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഈ ഒരു കുട്ടി ആ പ്രായത്തിൽ പോലും ചെയ്യാൻ തുടങ്ങി. കൂടാതെ കൊലപാതകം നടന്ന് പോലീസ് യാതൊരു തെളിവുമില്ലാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്ത് പോലും ഇവൻ സഹസ്രയുടെ വീട്ടിൽ ചെന്ന് അവളുടെ സഹോദരനെ ആശ്വസിപ്പിച്ചു. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതെല്ലാം തൊട്ടടുത്ത വീട്ടിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. പോലീസുകാരുടെ സംശയ ലിസ്റ്റിൽ പോലും ഇവൻ ഇതിനകം ഉണ്ടായിരുന്നു. എന്നാൽ 14 വയസ്സുള്ള ഒരു കുട്ടിയല്ലേ, അവൻ ഇതൊക്കെ എങ്ങനെ ചെയ്തിരിക്കാനാണ്? ഈ ഒരു ചെറിയൊരു സഹതാപം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് പോലീസിന് ഈ കുട്ടിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്തത്. 5 ദിവസം പോലീസിന്റെ കണ്ണിൽ പെടാതെ നടന്നത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ എത്ര വലിയ ക്രിമിനൽ ആണെന്ന് മനസ്സിലായത്. ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് ഇവർ താമസിക്കുന്ന ഏരിയ, അതായത് ആ വീട് 2 വശത്തും വളരെ ഇടുങ്ങിയ രീതിയിലായിരിക്കും വീടുകൾ ഉണ്ടാവുക. അതിനിടയിലുള്ള ചെറിയ പാതയിലാണ് ആ സ്ട്രീറ്റിലുള്ള കുട്ടികൾ എപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നത്. അങ്ങനെയാണ് സഹസ്രയുടെ സഹോദരനായ 8 വയസ്സുള്ള സരനോട് ഒരു MRF ബാറ്റ് ഉണ്ട്. ആ ബാറ്റ് എടുത്തുകൊണ്ടുവന്ന് എപ്പോഴും ഇവൻ ഈ വഴിയിൽ കളിക്കും. അങ്ങനെ ഒരു ദിവസം ഇവൻ സഹസ്രയുടെ സഹോദരനോട് ബാറ്റ് ചോദിച്ചു. പക്ഷെ ആ കുഞ്ഞ് കൊടുക്കാൻ സമ്മതിച്ചില്ല. കൂടാതെ ഇവന് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ബാറ്റ് മോഷ്ടിക്കണം എന്ന് പദ്ധതി ഇട്ടിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്താൽ ആ ബാറ്റ് മോഷ്ടിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലാക്കാനായി ഒരുപാട് ക്രൈം ത്രില്ലർ മൂവീസ് കണ്ടു. ഒരു ക്രൈം ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടാം, തെളിവുകൾ എങ്ങനെ അവശേഷിപ്പിക്കാതിരിക്കാം, ഇങ്ങനെ എല്ലാം സിനിമയിൽ നിന്നാണ് മനസ്സിലായത്. അങ്ങനെയാണ് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽഡായി ഒരു നോട്ടിൽ എഴുതാൻ തുടങ്ങി. അതിനുശേഷം പല ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ആ ബാറ്റ് എങ്ങനെയെങ്കിലും മോഷ്ടിക്കാമെന്ന പദ്ധതി ഇട്ടു. ചിന്തിച്ചതുപോലെ ഓഗസ്റ്റ് മാസം 18-ാം തീയതി അച്ഛൻ അമ്മ ജോലിക്ക് പോയി. സഹസ്രയുടെ സഹോദരനും സ്കൂളിൽ പോയി. എന്നാൽ സഹസ്ര മാത്രമായിരുന്നു വീട്ടിലുള്ളത്. വളരെ എളുപ്പത്തിൽ ബാറ്റ് മോഷ്ടിച്ചിട്ട് വരാം എന്ന് ഞാൻ കരുതി. അങ്ങനെ എൻ്റെ വീട്ടിലെ 3-ാം നിലയിൽ നിന്നും സഹസ്രയുടെ വീടിന്റെ ടെറസിലേക്ക് ചാടി. അതിനുശേഷം പടി വഴി താഴെ ഇറങ്ങി വന്നു. സഹസ്ര ഹാളിൽ TV നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ കണ്ണിൽ പെടാതെ പതിയെ യാതൊരു ശബ്ദവുമില്ലാതെ അടുക്കളയിലേക്ക് പോയി. അതിനുശേഷം അവിടെയുള്ള ബാറ്റ് എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ സഹസ്ര എന്നെ കണ്ടു. അവളെൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവളെ താഴെ തള്ളിയിട്ടു. അവളും ഡാഡി ഡാഡി എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. പിന്നീട് അവൾ മരിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ശരിയായി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകം എടുത്തുകൊണ്ടുവന്ന കത്തിയെടുത്ത് അവളുടെ തൊണ്ടയിൽ മാത്രം 7 തവണ കുത്തി. അതിനുശേഷം 11 തവണ ശരീരത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലും കുത്തിയതിനു ശേഷമായിരുന്നു എനിക്കെന്തോ തോന്നിയത്. പിന്നീട് പോലീസിൽ ഒരിക്കലും അകപ്പെടാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ കത്തി കഴുകി. ഒന്നും സംഭവിക്കാത്തതുപോലെ എൻ്റെ വീട്ടിലേക്ക് ചാടിപ്പോയി. കത്തി ഞാൻ ഒരു സ്ഥലത്ത് മറച്ചു വെച്ചു. ഞാൻ ധരിച്ചിരുന്ന തുണിയിൽ രക്തക്കറ ഉണ്ടായിരുന്നത് കൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനിട്ടു. എന്നാൽ അപ്പോൾ പോലും ഷർട്ടിലെ കറകളൊന്നും പോയില്ല എന്ന് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു വളരെ കൂളായവൻ പോലീസുകാരോട് പറഞ്ഞത്. തുടക്കത്തിൽ സഹസ്രയുടെ കൊലപാതകം നടന്നതിന് ശേഷം ഏതോ ഒരു വലിയ മനുഷ്യൻ ഈ വീടിനുള്ളിലേക്ക് കടന്ന് കുഞ്ഞിനെ കൊന്നു എന്ന രീതിയിലാണ് എല്ലാവരും ചിന്തിച്ചത്. എന്നാൽ വെറും 14 വയസ്സ് മാത്രമുള്ള ഈ ഒരു കുട്ടി ഇത്രയേറെ പദ്ധതിയിട്ട് കൃത്യമായി ഇത് ചെയ്ത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ പോയി എന്നുള്ളത് അറിയുമ്പോഴാണ് പോലീസുകാർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പോലീസുകാർക്ക് മാത്രമല്ല, ഏരിയയിലെ ജനങ്ങൾക്കും ആ വീട്ടിലുണ്ടായിരുന്നവർക്കും ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം സംഭവം നടന്ന അന്നത്തെ ദിവസം
ഫിംഗർ പ്രിന്റ്സ് ഒന്നും അവശേഷിപ്പിക്കാൻ പാടില്ല എന്നതിന് വേണ്ടി ഷൂസ് ധരിച്ചിട്ടാണ് വന്നത്. എവിടെയെല്ലാം CCTV ഉണ്ട്, എവിടെയെല്ലാം CCTV ഇല്ല, എവിടെയെല്ലാമാണ് ആളുകൾ കൂടുതലായും നടക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്താണ് സഹസ്രയുടെ വീടിനുള്ളിലേക്ക് തന്നെ അവൻ കയറിയത്. എന്നാൽ ഇവൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയതെന്ന് പോലീസുകാർ പുറത്ത് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ചില ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. കാരണം എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഇവൻ ഇതിനകം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അവൻ ആ ലെറ്ററിൽ എഴുതിയിരുന്നത് ആദ്യം ആ വീട്ടിലേക്ക് പതിയെ പോകണം, അതിനുശേഷം വീടിൻ്റെ ഗ്യാസ് കണക്ഷൻ കട്ട് ചെയ്യണം, അപ്പോൾ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കും, അതിനുശേഷം ആ വീടിൻ്റെ ലോക്കറോ ബ്യൂറോയുടെ ലോക്കോ കട്ട് ചെയ്യണം, അവിടെ നിന്നും പണം എടുത്തതിന് ശേഷം വീട് ലോക്ക് ചെയ്തിട്ട് ആ വീട് ഫയർ ചെയ്യണം, വീടും പൊട്ടിത്തെറിക്കും, തനിക്ക് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാം. ഈ ഒരു രീതിയിലാണ് അവൻ പദ്ധതിയിട്ട് അതുപോലെ തന്നെ എഴുതിയത്. അവസാനം മിഷൻ ഡൺ എന്ന് പോലും അവൻ എഴുതിയിരുന്നു. എന്നാൽ എത്ര തന്നെ അവൻ എഴുതി വെച്ചിരുന്നാലും അവൻ്റെ മോട്ടീവ് പണം എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് എടുക്കാനാണ് വന്നതെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞത്? ഇങ്ങനെ ചില സംശയം വരാൻ തുടങ്ങി. ഇത് കൂടാതെ അച്ഛൻ അമ്മയും ചോദിച്ച ചോദ്യം, സത്യത്തിൽ അവന് ബാറ്റാണ് വേണ്ടതെങ്കിൽ അവന് ബാറ്റ് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ തലക്കടിച്ച് കൊല്ലാമായിരുന്നു, എന്തുകൊണ്ട് വീട്ടിൽ നിന്നും വരുമ്പോൾ തന്നെ കത്തി എടുത്തുകൊണ്ട് വന്നു? അപ്പോൾ പിന്നെ മറ്റെന്തോ കാരണം ഉണ്ടല്ലോ. അവൻ്റെ ഉദ്ദേശം മോഷണം മാത്രമാണ്, വീട്ടിലുള്ള പണം മോഷ്ടിക്കണം എന്നുള്ള ഒരു പദ്ധതിയോടുകൂടിയാണ് അവൻ വീടിനുള്ളിലേക്ക് കയറിയത്. അവൻ ആ പേപ്പറിൽ എഴുതിയതുപോലെ തന്നെ വീടിൻ്റെ ലോക്ക് പൊട്ടിച്ച് അകത്തേക്ക് കടന്നു, ഗ്യാസ് കട്ട് ചെയ്തു, അതിനുശേഷം ലോക്കർ പൊട്ടിച്ച് പണം എടുത്തു, പുറത്തേക്ക് വന്നു, അതിനുശേഷം ഫയർ ചെയ്യണം, ആ വീട് പൊട്ടിത്തെറിക്കും, പിന്നീട് തൻ്റെ പേരിൽ യാതൊരു സംശയം വരില്ല എന്നുള്ളതായിരുന്നു അവൻ്റെ കൃത്യമായൊരു പദ്ധതി. എന്നാൽ ഇവൻ എഴുതി വെച്ചിരുന്ന പദ്ധതിയിട്ട കാര്യങ്ങളൊന്നും സംഭവിച്ചതേയില്ല. അതുകൊണ്ട് പോലീസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആർക്കും അംഗീകരിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ അച്ഛനമ്മ രണ്ടുപേരും പ്രതിഷേധിക്കാൻ തുടങ്ങി. മറുവശത്ത് അവന് 18 വയസ്സ് പോലും തികയാത്തത് കൊണ്ട് അവനെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് ഇവനെയും ഒരു മുതിർന്നവനായി തന്നെ കണക്കാക്കണം, കാരണം അത്രയേറെ പദ്ധതിയിട്ടിട്ടുണ്ട്, അതിലും ക്രൂരമായി കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവന് പ്രായം തികഞ്ഞില്ല എന്ന് കരുതി ഇവനെ ഒരിക്കലും വിടാൻ പാടില്ല, ഇവന് തക്കതായ ശിക്ഷ നൽകണമെന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി. ഒരു മൂന്നാമതൊരു വ്യക്തിയായി ഈ സംഭവത്തെക്കുറിച്ച് അറിയുമ്പോൾ, കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് അവൻ പണം മോഷ്ടിക്കാൻ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ പോലീസുകാരെ വഴിതിരിപ്പിക്കാനായി അവൻ ക്രിക്കറ്റ് ബാറ്റ് എന്ന് കള്ളം പറഞ്ഞു. ഇതിനകം 5 ദിവസത്തോളം അവൻ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചവൻ എന്തുകൊണ്ട് ഇതും ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. ശരിക്കും പണത്തിന് വേണ്ടി പോയിട്ടുണ്ടാകാം. ആ സമയത്ത് സഹസ്ര അവനെ കണ്ടതുകൊണ്ട് അവളെയും കൊല്ലാനുള്ളൊരു സാഹചര്യം അവനുണ്ടായി. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പോലീസിനോട് ക്രിക്കറ്റ് ബാറ്റ് എന്ന് അവൻ കള്ളം പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാവർക്കും വന്നൊരു സംശയം. തുടക്കത്തിൽ തന്നെ അവൻ്റെ കയ്യിൽ സെൽഫോൺ വന്നപ്പോൾ, അല്ലെങ്കിൽ അത് മോഷ്ടിച്ചപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവനെ ശകാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള പ്രവർത്തികൾ അവൻ വീണ്ടും ചെയ്തിരിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ജന്മങ്ങൾക്ക് എത്ര തന്നെ നമ്മൾ ഉപദേശിച്ചാലും കാര്യങ്ങൾ എടുത്തു പറഞ്ഞാലും അവർക്കൊന്നും കേൾക്കില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെടുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അതുപോലുള്ള ഒരു ജന്മം തന്നെയാണ് ഈ 14 വയസ്സുള്ള കുട്ടിയും. സത്യത്തിൽ ഇവരോടൊന്നും യാതൊരു ദയം കാണിക്കേണ്ട ആവശ്യമില്ല. 14 വയസ്സെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വയസ്സിൽ അവൻ അറിയാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഈ വയസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണോ അവൻ ചിന്തിച്ചു കൂട്ടിയത്? ഈ പ്രായത്തിൽ അവൻ ചെയ്തു കൂട്ടിയത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവയാണോ? പ്രായത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ചെയ്ത ഈ ഒരു വലിയ തെറ്റ് നമുക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? മാത്രമല്ല, അവൻ ഈ കൊലപാതകം പെട്ടെന്നിരുന്ന ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ അപ്രത്യക്ഷിതമായി മറ്റ് മാർഗമില്ലാതെ അങ്ങനെയൊന്നും ചെയ്തതല്ല. അവൻ മുൻപ് തന്നെ ദിവസങ്ങളോളം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ളത് അവൻ പഠിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കാനുള്ള പല മാർഗങ്ങളും അവൻ പഠിച്ചു. CCTV എവിടെയെല്ലാം ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ്സ് എങ്ങനെ പോലീസിന് കിട്ടാതിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇപ്പോഴും ഈ ഒരു കേസ് അന്വേഷണത്തിലാണ്. അടുത്തടുത്ത് എന്തൊക്കെ തെളിവുകൾ ലഭിക്കാൻ പോകുന്നു, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം. ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മക്കൾ എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെയുള്ള സിനിമകളാണ് കാണുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ടീനേജ് പ്രായത്തിലാണ് ഇങ്ങനെയുള്ള ക്രൈം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലോട്ടുള്ള ഒരു കുതിച്ചുചാട്ടമൊക്കെ സംഭവിക്കുന്നത്. ഈ സമയത്താണ് മക്കൾക്ക് മാതാപിതാക്കൾ എപ്പോഴും കൂടെ ഉണ്ടാകേണ്ടത്. ഒരു ഫ്രണ്ട്ലി ബോണ്ടിങ് അവരുമായി സൃഷ്ടിച്ച് അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത്. ഫോൺ മോഷ്ടിച്ച സമയത്തെങ്കിലും അച്ഛനും അമ്മയും അവനെ ശകാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ നന്നായിരിക്കുമായിരുന്നു.
സിനിമയിൽ കാണുന്നതാണ് ജീവിതം എന്നവൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഒരു കൊലപാതകം ചെയ്യാൻ ഒരുപാട് സിനിമകൾ കണ്ടവൻ ഒരുപാട് കാര്യങ്ങളും പഠിച്ചു. സ്കൂളിൽ അത്ര നന്നായി പഠിക്കാത്തവൻ ഒരു കൊലപാതകം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ, ഇറങ്ങുന്ന പല സിനിമകൾ, ഇതെല്ലാം പുതിയ ജനറേഷനിൽ ഒരു തെറ്റായ ഇമ്പാക്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പല നല്ല കാര്യങ്ങൾ, പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അതായത് സിനിമകൾ കാരണം പല മാറ്റങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പല തെറ്റായ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ പോലും സിനിമകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന യുവാക്കളും വളർന്നു വരുന്ന തലമുറയും ഇതൊക്കെ തന്നെയാണ് ശരി എന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ ഇതിനൊക്കെ സിനിമ മാത്രമാണ് കാരണം എന്ന് പറയുന്നില്ല. ഒരു രീതിയിൽ സിനിമയും ഒരു കാരണമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. തെറ്റായ കാര്യങ്ങൾ നമ്മൾ കണ്ടൊന്ന് ആസ്വദിക്കുക, അതോടുകൂടി ഉപേക്ഷിക്കുക. അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്, മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചാൽ ഇതിലും മണ്ടത്തരമായ കാര്യം മറ്റൊന്നുമില്ല എന്നേ പറയാൻ സാധിക്കൂ. അപ്പോൾ കഴിയുന്നത്ര നിങ്ങളുടെ മക്കൾക്ക് നല്ല ഉപദേശം, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് സമൂഹത്തിലേക്ക് നല്ല കുട്ടികളെ വളർത്തിയെടുക്കുക. ഈ 14 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും അവൻ ചിന്തിച്ചെടുത്ത ഈ കാര്യങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.